ഹലോ, ഞാൻ സുനി സജീവ്, രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ടെൻഷൻ മോറ്റ ഓപ്പോസിറ്റ് രേവതി വെഡിങ് കളക്ഷൻ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനം, സന്തോഷം, സ്വസ്ഥയൊക്കെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. സമ്പൽ സമൃദ്ധിയാൽ യേശുവരെ നിറയ്ക്കട്ടെ. ദീർഘായുസ്സും പൂർണ്ണ ആരോഗ്യം തന്ന് തൃപ്തി വരുത്തട്ടെ. ഈ തൃപ്തി വരുത്താൻ കയ്യിലുള്ളവനോട് ചോദിച്ചിട്ടല്ലേ കാര്യമുള്ളൂ. അപ്പോൾ ചോദിക്കുക, അത് വേണ്ടോളം തരും, നിങ്ങൾ തൃപ്തി വരുത്തും. അപ്പോൾ എപ്പോഴും യേശുവരാനെ പറഞ്ഞേക്കണം, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേക്കണം, സന്തോഷം തന്നു. ഇതല്ലാണ്ട് കാശ് കൊടുത്താൽ ബാക്കിയൊക്കെ കിട്ടും. കാശ് ഉണ്ടാക്കണേലും ആരോഗ്യം വേണേ, അതും ദൈവത്തിൻ്റെ കയ്യിലാണ്. അടുത്ത നിമിഷം ദൈവത്തിൽ മറിഞ്ഞിരിക്കും നമ്മുടെ എല്ലാവരുടെയും. അപ്പോൾ ആ യേശുവരാൻ, യേശു എന്ന് പറഞ്ഞാൽ വചനമാണ്. അല്ലാണ്ട് ഒരു മതത്തിൻ്റെ ദൈവമായിട്ട് യേശുവിനെ കുറയ്ക്കരുത് കേട്ടോ, കുറച്ച് കാണിക്കരുത്. ക്രിസ്ത്യാനിയുടെ ദൈവം അങ്ങനെയൊക്കെ യേശുവിനെ അടിച്ചിട്ടുണ്ടെങ്കിൽ ലോകരക്ഷകൻ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ എല്ലാവർക്കും വേണ്ടി വന്നിരിക്കണതാണ്. ദൈവം നമ്മളോട് പറയാനുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്താൻ വന്ന ദൈവപുത്രനാട്ടോ. അല്ലാണ്ട് ഒരു മതത്തിൻ്റെ ഇതായിട്ട് യേശുവിനെ തരം താത്തി കാണിക്കരുത്. അപ്പോൾ ഇന്ന് തന്നെയാണ് നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ, ഇവിടെ മോഹനൻ ഇരുന്ന് പുതിയ കളക്ഷൻ വന്നതൊക്കെ ചെക്ക് ചെയ്ത് ഓരോന്ന് തരം തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് 18 ആണ്. നമുക്ക് അക്ഷയതൃതീയയ്ക്കും നമ്മുടെ കടയുടെ ആനിവേഴ്സറി ഒരാഴ്ചയിലാണ്. അപ്പം ഏപ്രിൽ 30 മുതൽ മെയ് 10 വരെ ഇവിടെ ഒരു ഫെസ്റ്റ് ആയിട്ട് വെച്ചേക്കുവാണ്. ഭയങ്കര ആഘോഷങ്ങളാണ്, ഒത്തിരി ഓഫറുകളും ബെനിഫിറ്റും ഒത്തിരി പുതിയ കളക്ഷനുകളും ഉണ്ട്. ഇത് ബ്രേസ്ലെറ്റ് ലൈറ്റ് വെയിറ്റിന്റെ ഇതാണ് നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നത്. ഇത് നമുക്ക് ഭയങ്കര എൻക്വയറി ആണ് കേട്ടോ. അപ്പോൾ ഓർഡർ ഉണ്ട്, അതുകൂടാണ്ട് നമ്മൾ എക്സ്ട്രാ കൂടെ എടുത്തതാണ്. ഇത് എന്തോരം വരുമായിരിക്കും? ഏകദേശം ഒരു 1.5 ഗ്രാം അത്രയൊക്കെ ഉള്ളൂ അല്ലേ? നല്ല രസമായിരിക്കും അല്ലേ? ഇത് ഇങ്ങനെ ഞാൻ കഴിച്ചതിനൊന്നും ഇടാറില്ല, നിങ്ങളുടെ കയ്യിലൊക്കെ ഇടുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ. എൻ്റെ കയ്യിൽ നല്ലതാണല്ലോ. അതുപോലെ 1 ഗ്രാമിലുള്ള മോതിരങ്ങൾ 18 1 ഗ്രാമുള്ള മോതിരം കിട്ടാൻ ഭയങ്കര പാടാട്ടോ. ഇതൊന്നും എത്ര ഗ്രാം എന്നൊന്നും കൃത്യം അറിയാൻ പാടില്ല, ഇതൊക്കെ ചെക്ക് ചെയ്യണുള്ളൂ. ഭയങ്കര പാടാ 18 ഒക്കെ മോതിരങ്ങൾ. ഇത് മാലകളല്ലേ? ഇതെന്തോരൊക്കെ ഉള്ളതായിരിക്കും? അത് 2 ഗ്രാം 2.5 ഗ്രാം 3 ഗ്രാം അതെല്ലേ? ആ ഒരു റേഞ്ചിൽ വരുന്നതാണ് ലൈറ്റ് വെയിറ്റിന്റെ. പിന്നെ ഇങ്ങോട്ട് ഒത്തിരി ഉണ്ട്, ചെക്ക് ചെയ്ത് വരുന്നുള്ളൂ. ഇതിലൊക്കെ പേളുകളുണ്ട്, പേളിന്റെ കമ്മലുകളൊക്കെ ഉണ്ട്, പേളിന്റെ മാലകള്, സൂഫി ടൈപ്പ് മാല. ഇത് ഒരെണ്ണം കാണിച്ചത് ഈ സൂഫിയുടെ. നമുക്ക് പോയിട്ട് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തേക്കണം അല്ലേ? അത് എന്തോരങ്ങളൊക്കെ ആയിരിക്കും? 4 ഗ്രാം 6 പിടി. ഇത് 2 മാലയാ അല്ലേ? 1 മാലയാന്നാ ഞാൻ ഓർത്തെ. പല കളറ്. ഇത് അരപ്പവനൊക്കെ ഉള്ളൂ അല്ലേ? 4 ഗ്രാം 6 പിടി. ഓഹോ, നല്ല രസം. ഇത് കസ്റ്റമർ കുറെ ചോദിച്ചിട്ട് നമ്മൾ അന്വേഷിച്ചിട്ട് കിട്ടിയതാണ്. അതെ അല്ലേ? ഇത് അതിലേക്ക് തന്നെ കേട്ടോ, അല്ലെങ്കിൽ തെറ്റിപ്പോയാലോ. ഇതിൽ അതുപോലെ ഒത്തിരി ഉണ്ട് കേട്ടോ, കുറേ ഉണ്ട്. അതെ, ഇന്നിപ്പോൾ വന്നേക്കണത് ഓരോ ദിവസം വരും. നമുക്ക് പുതിയ ഒത്തിരി സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്. ഓരോ ദിവസം വന്ന സ്റ്റോക്കുകൾ കയറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് എപ്പോഴും ഏറ്റവും പുതിയ കളക്ഷനുകൾ വരണം. നമ്മുടെ കട പുതിയ കടയാണ്, ഫസ്റ്റ് ബർത്ത്ഡേ വന്നോളൂ, നിറയെ പുതിയ ഐറ്റാ. അപ്പോൾ ഇങ്ങനെ വെറൈറ്റി, നമ്മൾ ഇത്രയും വില കൊടുത്ത് സ്വർണം മേടിച്ചിട്ട് അത് നല്ല സെലക്ഷൻ അല്ലെങ്കിൽ അത് കാരണം ഈ പിള്ളേരൊന്നും ഇടൂലാത്ത. എല്ലാവരും ഇമിറ്റേഷൻ ഇടുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് സ്വർണ്ണം ഇടാത്ത? ഈ നിങ്ങൾ മേക്കിംഗ് ചാർജ് മാത്രമേ കൊടുക്കുള്ളൂ. ആന മേടിച്ചിട്ട് തോട്ടി മേടിക്കാൻ പറ്റാത്തവൻ ആന മേടിച്ചിട്ട് എന്നാ കാര്യം? അപ്പോൾ നമ്മളെപ്പോഴും ഓർക്കുക, നല്ല ഫാഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ എപ്പോഴും മാറി മേക്കിംഗ് ചാർജും ഒന്നും കളയേണ്ട കാര്യമില്ല. അപ്പോൾ ഒരെണ്ണം എടുത്താൽ നമുക്ക് അതുപോലെ ഇട്ടുകൊണ്ട് നടക്കാൻ പാകത്തിനുള്ളത് എടുത്താൽ മതി. അപ്പോൾ അതുപോലെ സെലക്ട് ചെയ്യാൻ നന്നായിട്ട് പറക്കി ഞങ്ങൾ എടുത്തുകൊണ്ട് വന്നേക്കണേ. ഒത്തിരി ഐറ്റം ഉണ്ട്. അതുകൂടാണ്ട് നമുക്ക് സ്കീമുണ്ട്. നിങ്ങൾ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ സ്കീമിൽ പങ്കെടുക്കുക. അപ്പോൾ സ്കീമിൽ ചേരുമ്പം മിനിമം 1000 റുപ്പീസ് മുതൽ നമുക്കിടാം. ഇഷ്ടമുള്ള എമൗണ്ട് ഒക്കെ ഇടാം. ഈ മാസം 5000 ഉണ്ടെങ്കിൽ അടുത്ത മാസം 10000 ഇടാം, പിന്നത്തെ മാസം 1000 ഇടാം, പിന്നത്തെ മാസം അങ്ങനെ കയ്യിലുള്ളതനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യാം. ഇനിയിപ്പോൾ സ്വർണ്ണത്തിൻ്റെ വില ഇച്ചിരിയൊക്കെ കാണാനും പിന്നെയും